നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോ കുറെ പേരിങ്ങനെ എങ്ങനെയാണ് 10th മെയിൻസ് പഠിക്കേണ്ടത്, അതിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ടില്ല. സോ നമ്മൾ എത്ര മാർക്കുള്ളവർ തൊട്ട് അത് പഠിച്ചു തുടങ്ങണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനല്ല. അപ്പൊ അതിനെപ്പറ്റി ഒരു ചെറിയൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അത് കുറെ പേര് അത് പഠിച്ചു തുടങ്ങിയിട്ടില്ല. റിസൾട്ട് വരട്ടെ എന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ, ഇതുവരെ ചാനൽ കണ്ടിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ സിലബസ് കവർ ചെയ്തിട്ടുള്ള കോഴ്സുകളും അതിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഏതൊക്കെ എക്സാം ആണ് നമുക്ക് 10th മെയിൻസിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പൊ 10th പ്രിലിംസ് എഴുതി കഴിഞ്ഞവർക്ക് അറിയാം ഏതൊക്കെയാണെന്ന്. ഓരോരുത്തർ ഓരോന്നായിരിക്കും അപ്ലൈ ചെയ്തത്. അപ്പൊ ഭൂരിഭാഗം പേരും അപ്ലൈ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് OA ആണ് കേട്ടോ. വളരെ സാലറി ആയാലും അതിന്റെ ഒരു ജോബ് പ്രൊഫൈൽ ആയാലും ഒക്കെ കുറച്ച് കൂടുതൽ വേക്കൻസി വരുന്നതും കൂടുതൽ അഡ്വൈസ് പോകുന്നതും ഒക്കെ എന്താണ്, സെക്രട്ടേറിയറ്റ് OA ആണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് ഇവിടെ ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവരും സെക്രട്ടേറിയറ്റിൽ ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൂടുതൽ സെക്രട്ടേറിയറ്റ് OA ആണ് അത് അവർ ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ LDCയും സെക്രട്ടേറിയറ്റ് OA ഒക്കെ കിട്ടുന്നവർ, കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ LDCയും സെക്രട്ടേറിയറ്റ് OA കൂടുതൽ സെക്രട്ടേറിയറ്റ് OA കിട്ടിയവർ ഇതാണ് പ്രിഫർ ചെയ്തത്. കാരണം സ്വന്തം നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നതും എക്സാം ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഏതാണ്, സെക്രട്ടേറിയറ്റ് OA ആണ് കേട്ടോ. ബാക്കി വേണ്ട എന്നല്ല, കൂടുതൽ പേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിന്റെ കാറ്റഗറി നമ്പർ സ്റ്റോർ കീപ്പർ ആണെങ്കിൽ 134/2023 ആണ്. അസിസ്റ്റന്റ് ടൈം കീപ്പർ ആണെങ്കിൽ 446, ലാബ് അസിസ്റ്റന്റ് 447. പിന്നെ നമുക്ക് സെക്രട്ടേറിയറ്റ് OA വരുന്നുണ്ട് 587. കൂടുതൽ ആൾക്കാർ എഴുതുന്നതും അത് തന്നെയാണ്, കൂടുതൽ വേക്കൻസി ഉള്ളതും. ഇപ്പൊ തന്നെ ഒരു 400-ലധികം വേക്കൻസി സെക്രട്ടേറിയറ്റ് OAക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ ഏത് എക്സാം ആണ് എഴുതിയതെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനനുസരിച്ച് പ്രിപ്പയർ നമ്മൾ ചെയ്യണം. കാരണം നമ്മുടെ എക്സാം വരുന്നത് മെയ് 21-നാണ്. 10th മെയിൻസിന്റെ എക്സാം വരുന്നത് മെയ് 21-നാണ്, മറക്കാതിരിക്കുക. സെക്രട്ടേറിയറ്റ് OA ഉൾപ്പെടുന്ന സെക്രട്ടേറിയറ്റ് OA ഞാൻ എടുത്തു പറയാൻ കാരണം കൂടുതൽ പേര് എഴുതുന്നതും കാത്തിരിക്കുന്നതും ആയിട്ടുള്ള ഒരു ജോലിയാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ്. അതിന്റെ ജോബ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ പ്രിലിംസ് എക്സാമിന് മുന്നേ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രിലിംസ് റിസൾട്ട് എന്തായാലും ഈ ഒരു മാർച്ച് ലാസ്റ്റ് മിഡില് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിലായിട്ട് നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം നമ്മുടെ എക്സാം എന്താണ്, മെയ് 21-ആണ്. 2 മാസത്തിന് മുന്നെങ്കിലും പ്രഖ്യാപിക്കേണ്ടതാണ് സാധാരണഗതിയിൽ. അപ്പൊ ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ PSCയുടെ കാര്യം നമുക്കറിയില്ല. സാധാരണഗതിയിൽ ഒരു 2 മാസം മുന്നേ നമുക്ക് റിസൾട്ട് പ്രഖ്യാപിക്കേണ്ടതാണ്. അപ്പോ മാർക്ക് നമുക്കറിയില്ല, ഓരോ സ്റ്റേജും ഓരോ രീതിയിലായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാരും പറയുന്നുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, അവർക്ക് 4th സ്റ്റേജ് കുറച്ച് പാടും, 3rd സ്റ്റേജ് ആണ് കുറച്ച് ഈസി ആയിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എഴുതിയവർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പം അതായത് PYQവും കാര്യങ്ങളും 3rd സ്റ്റേജിൽ കുറച്ച് ചോദിച്ചത് കൊണ്ടാണ് അവരത് ഈസി എന്ന് പറയുന്നത്. 4th സ്റ്റേജ് കുറച്ച് കമ്പാരിറ്റീവ്ലി ഈ ബാക്കി 3 സ്റ്റേജും കമ്പാരിറ്റ് ചെയ്യുമ്പോൾ 4th സ്റ്റേജ് തന്നെ എന്തായിരുന്നു, ഇതൊരു ടഫ് ആയിരുന്നു നമുക്ക് പറയാം. 1ഉം 2ഉം ആവറേജ് ആണ്. ചിലർക്ക് എളുപ്പം ഉണ്ടായിരുന്നു, അത് ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയുന്നവർക്ക് എളുപ്പം, അറിയാത്തവർക്ക് പാട്, അങ്ങനെ തന്നെയാണ്. അപ്പോ 3rd കുറച്ച് ഈസി, കാരണം ഞാൻ പറഞ്ഞതുപോലെ അത് PYQകളും കുറച്ച് ചോദിച്ചിരുന്നു, നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഈസി എന്ന് പറയുന്നത്. അപ്പം ഈ നോർമലൈസേഷനും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് അതെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ നമുക്ക്, എങ്ങനെയാണ് അതിന്റെ റിസൾട്ടും കട്ട് ഓഫും അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ഒരു 65 അല്ലെങ്കിൽ 70 ഒക്കെ 70+ ഉള്ളവർ എന്തായാലും ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങേണ്ടതാണ്. എന്താണ് 65 ഉള്ളത് അറിയില്ലല്ലോ എങ്ങനെയാണ്, ഒരു ചിലപ്പോൾ അതൊരു കുറയ്ക്കുകയാണെങ്കിൽ ഈ നോർമലൈസേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ 65+. ഇപ്പൊ അവസാനം പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് 65 ഒക്കെ ആണെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളിത് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ എന്തായാലും എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾ ഒന്നുകിൽ LDC മെയിൻസ് എഴുതിയവരായിരിക്കും, അല്ലെങ്കിൽ ASMന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊന്നും അതൊരു കുഴപ്പമില്ല. കാരണം ഏറെക്കുറെ അതേ സിലബസുകളൊക്കെ തന്നെയാണ് 10th മെയിൻസിനും വരുന്നത്. സോ അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല. ഇതുവരെയും അതായത് ഈ ASM പ്രിപ്പയർ ചെയ്യാത്തവർക്ക്, അല്ലെങ്കിൽ ഡിഗ്രി എക്സാംസ് ഒന്നും പ്രിപ്പയർ ചെയ്യാത്തവരും LDC മെയിൻസ് എഴുതിയിട്ടില്ലാത്തവർക്കും ഒക്കെ എന്താണ്, ഇനി പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം മെയ് 21-നാണ് എക്സാം അല്ലെ, കുറച്ച് പെട്ടെന്നായി പോയി.
അപ്പൊ സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറെ പേര് റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞിരിക്കുവാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. ഇതിപ്പം കിട്ടിയില്ല എങ്കിൽ ഒരു 70+ ഉള്ളവർക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലാത്തവർ എന്ത് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് ASM വരുന്നുണ്ട്, സെയിം സിലബസ് തന്നെയാണ്. സോ എന്ത് ചെയ്യുക, നമുക്കത് ASMൽ പിടിക്കാം. അല്ല അതുകൊണ്ട് അത് വരത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാതിരിക്കുന്നു വേണ്ട. ഇത് അഥവാ നമുക്കിത് കിട്ടിയില്ല എങ്കിൽ നമുക്ക് അറിയില്ലല്ലോ മാർക്ക്, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ASMൽ പിടിക്കാം. അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസുമായിട്ട് പഠിച്ചു തുടങ്ങിയവർക്ക് അത് പ്രശ്നമല്ല. പിന്നെ നമുക്ക് LDC കിട്ടാത്തവരുണ്ടല്ലോ, ഇപ്പം കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞല്ലോ. അപ്പൊ അതിന്റെ കിട്ടാത്തവർക്ക് ഒരു നല്ലൊരു ഓപ്ഷനാണ് സെക്രട്ടേറിയറ്റ് OA എന്ന് പറഞ്ഞാൽ LDC കിട്ടാത്തവർക്ക്. അപ്പൊ അവരെന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു മാർച്ച് മിഡിലാണ് വരേണ്ടത്, വരുന്നിട്ടില്ല. ഇന്നിപ്പോ 11 നമുക്ക് ലാസ്റ്റ് ഈ മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. കാത്തിരിക്കുന്നതിനേക്കാളും പഠിച്ചു തുടങ്ങുന്നതാണ് നല്ലത്. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുന്നത്, നിങ്ങൾ ഒരു ജോലി, അതായത് ഗവൺമെന്റ് ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അതിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല. കാരണം നമുക്ക് ASM വരുന്നുണ്ട്, സെയിം സിലബസ് ആണ്. പിന്നെ ഡിഗ്രി പ്രിലിംസ് വരുന്നുണ്ട്, സെയിം സിലബസ് എന്നല്ല, മാർക്കിന്റെ വെയിറ്റേജിനൊക്കെ വ്യത്യാസമുണ്ട് ഡിഗ്രി പ്രിലിംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാലും നമ്മൾ എന്താ പഠിക്കുമ്പോൾ കുഴപ്പമില്ല, അത് നമുക്ക് എന്തായാലും പഠിച്ചത് ഒരു നഷ്ടമായിട്ട് വരില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഈ കട്ട് ഓഫിന്റെ കാര്യം, ഒരു 70+ ഉള്ളവർക്ക് എന്തായാലും കിട്ടും. ബാക്കി ഒരു 65+ ഉള്ളവർക്കാണ് ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളത്. ഏതൊരു എക്സാം എഴുതുന്നത്, നിങ്ങൾ ഏത് എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാം എഴുതുന്നെങ്കിലും ആദ്യമായിട്ട് നിങ്ങൾ എന്ത് എക്സാം ആണോ എഴുതാൻ പോകുന്നത് അതിന്റെ സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സിലബസ് അറിയാതെ, അപ്പൊ ഓരോന്നിനും ഓരോ സിലബസ് ആണല്ലോ. PSC എഴുതുന്നവർക്ക് അറിയാം, ഓരോന്നിനും ഓരോ സിലബസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക, പ്രിലിംസിന് വ്യത്യാസമുണ്ട്, മെയിൻസിന് വ്യത്യാസമുണ്ട്, വെയിറ്റേജുകൾ വ്യത്യാസം വരും. കൃത്യമായി നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ സിലബസ് എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക. അത് പ്രിന്റ് ഔട്ട് എടുത്ത് തന്നെ, എല്ലാ പ്രാവശ്യവും പറയുന്നു, പ്രിന്റ് ഔട്ട് എടുത്ത് തന്നെ വെക്കുക. വെറുതെ ഫോണിൽ അല്ലെങ്കിൽ ലാപ്പിൽ ഇട്ടിട്ട് PDF നോക്കിയില്ല, നമ്മൾ പഠിച്ചത് എങ്ങനെയാണെന്ന് കൃത്യമായി അറിയാം, പഠിച്ചത് ടിക്ക് ചെയ്ത് പോവുകയും തന്നെ ചെയ്യാം. പിന്നെ റിവിഷനാണ് മെയിൻ. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അതിന്റെ വെയിറ്റേജും കാര്യങ്ങളുമായിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. ഇതിൽ ഇംഗ്ലീഷിൽ മലയാളം കൂടി വരുന്നുണ്ട്, ഇതിൽ ആഡ് ചെയ്യാൻ മറന്നു. ഇതാണ് മലയാളം വരുന്നുണ്ട് 10 മാർക്കിന്. ഓക്കെ, അപ്പൊ ഇത് ASMന്റെ കറക്റ്റ് അതേ സിലബസ് ആണ്, അതായത് LDC മെയിൻസിന്റെ അതേ സിലബസ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ വെയിറ്റേജ് നോക്കുക, ചരിത്രം, ഭൂമിശാസ്ത്രം, എക്കണോമിക്സ്, ഭരണഘടന, കേരളം, പിന്നെ അത് വരെ 5 മാർക്കിനാണ്. പിന്നെ ബയോളജി വരുമ്പോഴത്തേനും 6, ഭൗതിക ശാസ്ത്രം, ഫിസിക്സും കെമിസ്ട്രിയും കൂടി ഒരു 6, രണ്ടും കൂടി ചേർത്ത്. പിന്നെ കലാ, കായികം, സാഹിത്യം, സംസ്കാരം, അത് വളരെ വലിയൊരു 5 മാർക്കേ ഉള്ളൂ എങ്കിലും അത് പഠിക്കാൻ ഒത്തിരി ഉണ്ട്. കറണ്ട് അഫയേഴ്സും അതുമായിട്ട്, കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, അതിന്റെ ഇപ്പൊ ഈ കായികത്തിന്റെ കറണ്ട് അഫയേഴ്സ്, കലയുടെ കറണ്ട് അഫയേഴ്സ്, സാഹിത്യം, സംസ്കാരം, ഇതിന്റെ ഒക്കെ കറണ്ട് അഫയേഴ്സ് പ്ലസ് സ്റ്റാറ്റിക് GKകളും പഠിക്കാനുണ്ട്. പക്ഷെ 5 മാർക്കിന് അത് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഒരു 3 മാർക്ക്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും സൈബറും നെറ്റ്വർക്കുകളും ഒക്കെ കൂടെ ഒന്ന് പഠിക്കണം. പിന്നെ സുപ്രധാന നിയമങ്ങള്, സ്ഥിരമായിട്ടുള്ള എക്സാമിന് സുപ്രധാന നിയമങ്ങൾ നമ്മൾ നോക്കുന്നതാണ്. അപ്പം അത് 5 മാർക്കിനാണ് വരുന്നത്. ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന കറണ്ട് അഫയേഴ്സിന്റെ മാർക്ക് 20 മാർക്കാണ്. സെയിം നമ്മൾ ASMന്റെ കോഴ്സൊക്കെ ഞാൻ എടുക്കുന്നുണ്ടല്ലോ. അപ്പം അതിൽ ഞങ്ങളോട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, കറണ്ട് അഫയേഴ്സിന്റെ കാര്യം സെപ്പറേറ്റ് തന്നെ പഠിക്കുക. 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സ്. ഒന്ന് ആലോചിച്ച് നോക്കി, 20 മാർക്കോളം നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ആനുകാലിക വിഷയങ്ങൾക്കാണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. നന്നായിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് ഒത്തിരി ഉണ്ട് പഠിക്കാൻ. സോ അതുകൊണ്ട് എവിടുന്ന് വേണം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പദ്ധതികളും കാര്യങ്ങളും ആണെങ്കിൽ അതിന്റെ പേരൊക്കെ നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട്, അതായത് പിന്നെ ഈ അപ്പോയിന്റ്മെന്റ്സുകൾ ഉണ്ടല്ലോ, അതൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്കുള്ളത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, എല്ലാം കൂടി എത്രയാണ്? 30 മാർക്ക്, 10 വെച്ചിട്ടാണ് കേട്ടോ. മാത്സിൽ റീസണിങ്ങും വരുന്നുണ്ട്, അല്ലാതെ സാധാരണ മാത്സും വരുന്നുണ്ട്. ഇതിൽ വൊക്കാബുലറി, ഇംഗ്ലീഷിൽ വൊക്കാബുലറിയും ഗ്രാമറും ഒക്കെ വരുന്നുണ്ട്, 30ആണ്. ഇതും അതായത് കറണ്ട് അഫയേഴ്സും നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, മാത്സും കൂടെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 50 മാർക്കുണ്ട്. ഇതിലൊരു 42 to 45 വരെ മാർക്ക് വാങ്ങിക്കാൻ നമുക്ക് കഴിച്ചു കഴിഞ്ഞാല് ബാക്കിയുള്ളതിൽ നമുക്ക് കിട്ടും. നമുക്ക് സുഖമായിട്ട് ജോലിക്ക് കയറാം. നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മൾ അതായത് റാങ്ക് ലിസ്റ്റിൽ നമ്മൾ മേലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലായ്പ്പോഴും ഞാൻ പറയുന്നതാണ്, കറണ്ട് അഫയേഴ്സ് കൂട്ടുമ്പോൾ തന്നെ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മുടെ ഒരു വെയിറ്റേജ് നമ്മൾ മനസ്സിലാക്കി വെക്കുക സിലബസിന്. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇത്രയും എല്ലാം കൂടി ചേർത്ത് 50 മാർക്കുണ്ട്. ബാക്കി ഇതെല്ലാം കൂടി ഒരു 50 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ, അതായത് മാത്സും ഇംഗ്ലീഷ് നമുക്ക് ഫുള്ള് കിട്ടുമോ എന്ന് അറിയില്ല. മലയാളവും
മാത്സും ഒക്കെ പ്രോബ്ലം ചെയ്യുന്നതാണല്ലോ. മലയാളം നമുക്ക് അത്യാവശ്യം ഒരു 10ൽ 9 വെച്ച് വാങ്ങിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. കറണ്ട് അഫയേഴ്സ് ഒരു 18, 17 വാങ്ങിക്കാൻ പറ്റിയാലും നല്ലതായിരിക്കും. പിന്നെ ബാക്കി അപ്പൊ അത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. മീൻസ് അപ്പൊ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റും. റാങ്ക് ലിസ്റ്റിൽ വെറുതെ വന്നാൽ പോരാ, നമുക്ക് ജോലി കൂടെ കിട്ടണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെക്രട്ടേറിയറ്റ് OAയുടെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ 69.6 സംതിങ്, 69 പോട്ടെ, അല്ലെങ്കിൽ 70. അപ്പൊ അതൊരു ലക്ഷ്യം വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ ഒരു സ്റ്റഡി പ്ലാൻ പോലെ ഞാൻ പറയുന്നേ ഉള്ളൂ. ഇതിപ്പോ നിങ്ങൾക്ക് ഒരുപാട് എക്സാം ഈ മാസങ്ങളിൽ, അതായത് മെയ് മാസം തൊട്ട് അടുത്ത എല്ലാ മാസങ്ങളിലും നിങ്ങൾക്ക് എക്സാമും പിന്നെ അതിന്റെ മെയിൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിനും ഇത് ഉപയോഗിച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു സാധാരണ PSC എഴുതുന്ന ഒരാൾ, ഇതിന് വേണ്ടി നിൽക്കുന്ന ഒരാളുടേതല്ല 5 to 6 അവർ ഒന്ന് പഠിക്കാൻ വേണ്ടിയുള്ള സമയമാണ്. അതല്ല, അവർക്കൊരു 10-12 മണിക്കൂറൊക്കെ പഠിക്കാം. അല്ലാതെ വേറെ ജോലിക്കൊക്കെ പോകുന്നവര് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, 5 തൊട്ട് 6 മണിക്കൂർ വരെ പഠിക്കാൻ വേണ്ടി വെറുതെ ഇരിക്കരുത്. ഇരിക്കുന്ന സമയം നന്നായിട്ട് പഠിക്കാൻ വേണം. അതിനിരിക്കുക, ഒരു 6 ദിവസം പഠിക്കുക, ഒരു ദിവസം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. നിങ്ങൾ എത്ര പഠിച്ചിട്ടും റിവൈസ് ചെയ്യാതെയാണ് പോകുന്നതെങ്കിൽ യാതൊരു കാര്യവും ഇല്ല. അതുകൊണ്ട് റിവൈസ് ചെയ്യുക. കറണ്ട് അഫയേഴ്സിന്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ എക്സാമിന്, അതായത് 10th മെയിൻസിന്റെ എക്സാമിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കറണ്ട് അഫയേഴ്സിനാണ്. ഇനിയുള്ള എല്ലാ എക്സാംസിനും ASM ആവട്ടെ, നമ്മുടെ ഡിഗ്രി പ്രിലിംസ്, ഏത് CPO, എന്തായാലും അത്രയും ഇമ്പോർട്ടൻസ് എന്താണ് കറണ്ട് അഫയേഴ്സിനുണ്ട്. പിന്നെ POQ ഒരെണ്ണം ഡെയിലി ചെയ്യുക, ടൈം വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. SCRT ചാപ്റ്റർ ഒരെണ്ണം ഒരു ദിവസം. അത് കാണാതെ പഠിക്കാനല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒന്ന് വായിക്കുന്ന സമയത്ത് അത് അവിടെ തന്നെ നമ്മൾ ഉണ്ടാവണം. ജസ്റ്റ് ആ ഒരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. അത് കാണാതെ പഠിക്കാനൊന്നും നമുക്ക് പറ്റില്ല, ജസ്റ്റ് ഇരുന്ന് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, ഓരോ ദിവസം ഓരോ ചാപ്റ്റർ 5 തൊട്ട് 12 വരെയുള്ള ക്ലാസ്സുകളുടെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മാത്സ് ഒരു ടോപ്പിക്, ഏതെങ്കിലും ഒരു ടോപ്പിക്, എന്താണ് പൈപ്പ് ആൻഡ് സിസ്റ്റംസ് അല്ലെങ്കിൽ ടൈം ആൻഡ് വർക്ക്, ഏതെങ്കിലും ഒരെണ്ണം ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതാണ് ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇതനുസരിച്ച് പഠിക്കുക കേട്ടോ. പിന്നെ മലയാളം, സയൻസും GK. സയൻസ് അറിയാലോ, ബയോളജിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, 6 മാർക്ക്. മറ്റേത് കെമിസ്ട്രിയും ഫിസിക്സും കൂടി 6 മാർക്കാണ്. പിന്നെ GK മീൻസ് സ്റ്റാറ്റിക് GK എല്ലാം വരുന്നുണ്ട്. ഭരണഘടനയും നമ്മുടെ കേരളവും ജിയോഗ്രഫിയും എക്കണോമിക്സും എല്ലാം വരുന്നുണ്ട്. പിന്നെ മലയാളത്തിലും കുറച്ച് അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കറിയില്ല പര്യായ പദം, നമ്മൾ എത്രയെന്ന് പറഞ്ഞ് പഠിക്കും, ഒത്തിരി പര്യായമാണ്. അതുകൊണ്ട് നമ്മൾ POQ ചോദിച്ചിട്ടുള്ള എല്ലാം പഠിക്കുക. അല്ലാണ്ട് കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ദിവസമായിട്ട് കുറച്ചായിട്ട് 5 വാക്കുകൾ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. പ്രധാനമായിട്ടും ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ട ടോപ്പിക്സിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ കിട്ടും. ആ ടോപ്പിക്സിൽ എന്തായാലും ആ ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ടോപ്പിക്സ് എങ്കിലും പഠിച്ചിട്ട് പോകണം. അത് മെയിൻ ആയിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ 2024 നടന്ന 10th മെയിൻസ് ഉണ്ടല്ലോ, 10th മെയിൻസുകള്, LDCകള്, അതിന്റെ ഒക്കെ മെയിൻസിന്റെ മാത്രം POQ ഒരെണ്ണം, ഒരു ദിവസം ഒരെണ്ണം, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരെണ്ണം എന്ത് ചെയ്യുക. ഒരു ദിവസം ഒരെണ്ണം ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് എക്സാം വരുന്നത് മെയ് 21, അധികം സമയമില്ല. സോ അതുകൊണ്ട് 2024 നടന്ന എല്ലാ 10th മെയിൻസിന്റെയും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഡെയിലി, ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാൽ ഒരു 2 മണിക്കൂർ എടുത്ത് ചെയ്യാനുള്ള കറക്റ്റ് ആ ടൈം, എക്സാം നമ്മൾ എഴുതുന്ന ടൈം വെച്ചിട്ട് തന്നെ എഴുതുക. അതിൽ തെറ്റുള്ളത് നോക്കുക, വീണ്ടും ഒന്നേന്ന് പഠിക്കുക, വീണ്ടും ചെയ്യുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കളക്ട് ചെയ്യുക. നമ്മുടെ PSCയുടെ സൈറ്റിൽ കയറിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ, ചലഞ്ചർ ആപ്പിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെയും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. കാരണം റിസൾട്ട് വരട്ടെ, 10th പ്രിലിംസ് റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ASMന് വേണ്ടി ഉപകാരപ്പെടും. ASM സമയത്ത് കടന്ന് എന്ത് ചെയ്യണം, അതിന് കുറച്ച് സമയമുണ്ടല്ലോ, ഓഗസ്റ്റ് ഒക്ടോബർ മന്തിലാണ് പറയുന്നത്. സോ അതിന് ഇച്ചിരി സമയമുണ്ട്. സോ അതുകൊണ്ട് അത് പഠിക്കുക. ഇത് മാത്രം പഠിക്കാനല്ല, മെയ് മാസത്തിൽ വരുന്ന എക്സാംസിനെ പറ്റി നിങ്ങൾക്ക് അറിയാം, ഒത്തിരി എക്സാം ഉണ്ട്. അതിൽ നിങ്ങൾ ഏതാണ് അപ്ലൈ ചെയ്തതെന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നന്നായിട്ട് പഠിക്കുക, എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ്, ഞാൻ കറണ്ട് അഫയേഴ്സ് പറഞ്ഞല്ലോ, അപ്പം ഏതൊക്കെ ടോപ്പിക്കാണ് ഇനി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വേണ്ടത്, അല്ലെങ്കിൽ ഏത് ടോപ്പിക് ആവട്ടെ, ഏതാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തത്, അതിന്റെ ഒരു ക്ലാസ് യൂട്യൂബിലൂടെ വേണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഞാൻ അതിന്റെ ക്ലാസ് എടുത്തു. കൂടുതലും കറണ്ട് അഫയേഴ്സ് ഏതാണ് ടോപ്പിക് വൈസ് ആയിട്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ടോപ്പിക് വൈസ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നമുക്ക് അത് ക്ലാസ് അങ്ങനെയും ഡിസ്കസ് ചെയ്ത് പോവാം.
അപ്പൊ നമ്മുടെ ചലഞ്ചർ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവര് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാം, പ്ലേ സ്റ്റോറിലേക്ക് പോകാം. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതില് ചലഞ്ചർ ആപ്പിൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലത്തെ എല്ലാ എക്സാംസിന്റെയും കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഡെയിലി കറണ്ട് അഫയേഴ്സ്, POQ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം അങ്ങനെ പഠിക്കണമെന്നുള്ളവർ എന്ത് ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾ അതിൽ താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസും കോഴ്സ് ഫീ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. 10th മെയിൻസിന് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം May 21 നമ്മുടെ എക്സാം വരുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.